എല്ലാം കിട്ടതാ ഗൈസ്. ശശിയായി ശശി കൂടുതൽ ടേസ്റ്റ് എങ്ങനെ വരിക നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ? മിക്സിംഗ് ഇല്ല ടേസ്റ്റ് വരിക. ടെക്സ്ചറിന്റെ കാര്യത്തെ പറ്റി ഞാൻ കെയർ ചെയ്യില്ല, പക്ഷെ ഞാൻ ടേസ്റ്റിനെ പറ്റി കെയർ ആവില്ല. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ അടിപൊളിയായിട്ട് തന്നെ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതാ സമയം 12:46. അപ്പോൾ നമ്മൾ എങ്ങോട്ടേക്കായി പോകുന്നല്ലേ? ബീഫ് വാങ്ങിക്കാൻ വേണ്ടി പോകുന്നതാണ്. കുറച്ച് കപ്പ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കിയാലോ എന്ന്. അങ്ങനെ നേരെ വിട്ടതാണ്. റെയിൻകോട്ടൊന്നും എടുക്കാണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല മഴയൊക്കെ കൊണ്ടിട്ടാണ് നമ്മൾ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. വരുന്ന വഴിക്ക് കേരള സ്റ്റോർ കയറിയിട്ട് പഴവും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നേ. അപ്പോൾ ഈ കദളിപ്പഴം ഇതുവരെ ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല. അപ്പോൾ അതും ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവള് ഇവിടുന്ന് മാവ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ നോക്കി നിൽക്കാന്ന്. അപ്പം ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത് നമ്മളെ ChatGPT നോക്കിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ പണിയിലേക്ക് കടന്ന്. ശരിക്കും മറ്റുള്ള ബിരിയാണീനേക്കാൾ ഇത് എത്രയോ സിമ്പിളല്ലേ, വലിയ പണിയൊന്നുമില്ലല്ലോ. ഇതിന് ബിരിയാണി എന്ന് പറയാൻ പറ്റുമോ എന്ന് തന്നെ ഡൗട്ടാണ്. അപ്പോൾ എല്ലോടും കൂടിയിട്ടുള്ള ഇത് തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പക്ഷേങ്കിൽ പീസ് കുറച്ച് വലിയതായിപ്പോയി. അപ്പോൾ ഞാനത് എന്നെ കൊണ്ടാകുന്ന രീതിയിൽ ഒന്ന് ചെറുതായിട്ട് കട്ടൊക്കെ ചെയ്ത് അങ്ങനെ കുക്കറിലിട്ട് അതവിടെ വേവിക്കാൻ വെച്ച്. പിന്നെ അടുത്ത പരിപാടി ഇതാ വലിയൊരു കപ്പയുണ്ടായിരുന്നു. അപ്പോൾ അതിനെ കട്ട് ചെയ്യലാണ്. അതിനെ കട്ട് ചെയ്തപ്പോൾ ആകെ പണി പാളി, ഫുള്ള് ഫ്ലോപ്പായിപ്പോയി സംഭവം. കപ്പ കട്ട് ചെയ്തിട്ട് നോക്കുമ്പം അത് ഫുള്ള് കേടായിട്ടുണ്ടായിരുന്നു. ഇത്രയും വലിയതായതുകൊണ്ട് അങ്ങാറ്റാന്ന് തോന്നുന്നു കംപ്ലീറ്റ് കേടായിപ്പോയി. അപ്പോൾ പിന്നെ എന്ത് ചെയ്ത് അതിനെ അങ്ങനെ ഡസ്റ്റ്ബിന്നിലേക്ക് ഇട്ട് എന്നിട്ട് രായിഷ്ടം പിന്നെയും പോയിട്ട് മലയാളിപ്പൊടിയിൽ നിന്ന് പോയിട്ട് വാങ്ങിയിട്ട് കൊണ്ടുവന്ന് നോക്കുമ്പോൾ അതിലും ഒരു വലിപ്പമുള്ള കപ്പ ഉണ്ടായിരുന്നു. അപ്പോൾ അതും അങ്ങനെ തന്നെ എന്താ പറയുക, ഉള്ളിലൊരു കറുത്ത കളറ്. പക്ഷേ മറ്റേതുപോലെ മോശമായിട്ടില്ല. അപ്പോൾ പിന്നെ പണി പിന്നെയും തുടങ്ങി. അങ്ങനെ ഞാൻ നമ്മളെ കപ്പയും ബീഫൊക്കെ അവിടെ നിന്ന് വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിത് മസാല ഉണ്ടാക്കുകയാണ്. ഇതിനിപ്പോൾ അധിക സാധനമൊന്നും വേണ്ട, ഉള്ളിയും കറിവേപ്പിലയും അങ്ങനെയുള്ള സംഭവങ്ങളിലേ വേണ്ടു. അപ്പോൾ അങ്ങനെ മസാലയൊക്കെ റെഡിയായി. നമ്മൾ ഇറച്ചീനെ അതിലേക്ക് ഇട്ട് കൊടുത്ത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ അരി വെള്ളം ഒന്ന് നന്നായിട്ട് വറ്റി വന്നിട്ടാകുമ്പോൾ നമ്മൾ കപ്പ ഇട്ട് കൊടുത്ത്. കപ്പേൻ്റെ കളർ കണ്ട ഞാൻ മഞ്ഞപ്പൊടി ഇട്ട് കൗതുകം ഒരല്പം കൂടി പോയി, കുറച്ച് നല്ലോണമായിപ്പോയി. പക്ഷേ കുഴപ്പമൊന്നുമില്ല, മഞ്ഞപ്പൊടിയല്ലേ അല്ലേ. അപ്പോൾ മിക്സിംഗ് ആണ്. പിന്നെ എന്നിട്ട് കുറച്ച് നേരം അടച്ചൊക്കെ വെക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ നല്ല തൈര് കൊണ്ടൊരു സാലഡ് കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ സംഭവം കിട്ടുവാന്ന്. എന്തായാലും ChatGPT പിന്നെയും ചാച്ചില്ല. അപ്പോൾ ഇതും അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം ആയിട്ട് ഉണ്ടാക്കിയെങ്കിലും നല്ല സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കൂടുതൽ ടേസ്റ്റ് എങ്ങനെയാ വരിക നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ? മിക്സിംഗ് ഇല്ല ടേസ്റ്റ് വരിക. പക്ഷെ ഇത് നമുക്ക് വീട്ടിൽ നിന്ന് ഇങ്ങനെ കഴിക്കാൻ പറ്റും. സ്കൂളിൽ നിന്നാണെങ്കിൽ ഇതുകൊണ്ടാണ് എനിക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ല. സ്കൂളിൽ നിന്ന് സ്പൂൺ എടുത്ത് കഴിക്കേണ്ട അവസ്ഥയല്ലേ. റോട്ടി വരെ ഉണ്ടെന്നാ പറയും. സ്പൂണിലേക്ക് ഖാവോ, സ്പൂണിലേക്ക് റാവോ, എന്തുകൊണ്ട് വരും. നമുക്ക് വീട്ടിൽ നിന്ന് ഇങ്ങനെ കഴിക്കാം. വീട്ടിൽ നിന്ന് ഇങ്ങനെ കഴിച്ച് ശീലിച്ചോണ്ടാണ് നല്ല ടേസ്റ്റ് വരുന്നുണ്ടല്ലേ. കഴിച്ചു നോക്കിയ എങ്ങനെയാണ് ഫുഡിന് കറക്റ്റ് ടേസ്റ്റ് വരുവാന്നാണ് ഇപ്പോൾ വാവാച്ചി പറഞ്ഞത്. അപ്പം എല്ലാവരും അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ ഇട്ടില്ല. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ കമൻറ്റ് ചെയ്ത് തരാം. അപ്പോൾ ബൈ.